ശ്വേത മേനോൻ 159. ശ്വേത മേനോൻ ഡിക്ലെയർ ഇലക്ടഡ്. അഭിനേതാക്കളുടെ സംഘടനയുടെ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് അമ്മ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. ശ്വേതയാണ് ആ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 27 വോട്ടിന് ദേവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്വേത വിജയിച്ചിരിക്കുന്നത്. കീ പോസ്റ്റുകളിലേക്കൊക്കെ വനിതകൾ വിജയിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ വിജയിച്ചിരിക്കുന്നു. ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ, അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റായി ലക്ഷ്മി പ്രിയ. അങ്ങനെ തലപ്പത്തേക്ക് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ട്രഷററായി ഉണ്ണി ശിവപാലാണ് വിജയിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റായി ജയൻ ചേർത്തല കൂടി വിജയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. വലിയ അഭിമാനവും സന്തോഷവും നൽകുന്ന ദിവസമെന്നായിരുന്നു ശ്വേത മേനോൻ വിജയിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. Thank you so much. Thank you. And to my team, Tongai Himmet! Himmet! We did it, guys. We did it. Thank you so much. Thank you. 17 പേരല്ല 506 പേരും ചേർന്ന് സംഘടനയെ കൃത്യമായി മുന്നോട്ട് നയിക്കും. ഞങ്ങൾക്കൊരു അവസരം തരൂ, ഞങ്ങൾ പ്രവർത്തിച്ചു കാണിക്കാമെന്നായിരുന്നു വിജയിച്ച കുക്കു പരമേശ്വരൻ ആദ്യമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ, മെമ്മറി കാർഡ് അടക്കമുള്ള വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ, അതിനൊക്കെ സമയമുണ്ടല്ലോ എന്നും കുക്കു പരമേശ്വരൻ വ്യക്തമാക്കുകയായിരുന്നു. ഞങ്ങൾക്ക് സമയം തരൂ, ഞങ്ങൾക്ക് 3 വർഷമുണ്ട്, ഞങ്ങൾക്ക് സമയം തരൂ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കട്ടെ, കൂടെ നിൽക്കുക. ഞങ്ങൾ ഒരുമിച്ചാണ്. ഇത് ഒറ്റയ്ക്ക് നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ഇതിന് മുന്നേ അങ്ങനെ ആയിരുന്നില്ല, ഇനിയും അങ്ങനെയല്ല. വിവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ട സംഭവം, മീറ്റു ആരോപണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം ആരോപണങ്ങളും കേസുകളും സംഘടനയെ തേടിയെത്തി. പലരും രാജിവെച്ചൊടിയേണ്ടി വന്നു. സംഘടനയിൽ നിന്ന് മോഹൻലാൽ അടക്കമുള്ളവർ അഡ്ഹോക് കമ്മിറ്റി അടക്കം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം കേസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത്. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണിതാ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ കടന്നു വരുന്നത്. 4 വനിതകൾ കീ പോസ്റ്റുകളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് മാറ്റം സംഘടനയ്ക്കുണ്ടാകുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രത്യേകമായി തന്നെ വേറിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് പാർവതി അടക്കമുള്ളവർ രാജിവെച്ചു പോയൊരു സാഹചര്യം കൂടി സംഘടനയിലുണ്ടായിരുന്നു. അതൊക്കെ നിൽക്കുമ്പോൾ സംഘടനയുടെ തലപ്പത്തേക്ക് വനിതകൾ വരുന്നു. ഏതു രീതിയിൽ മാറ്റമുണ്ടാകും സംഘടനയ്ക്കകത്ത്, പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ സംഘടനയ്ക്കകത്തുണ്ടാകുമോ എന്നുള്ളതടക്കം കാത്തിരുന്നു കാണണം. കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.